എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ദേശത്തെ ഉത്സവമാട്ടോ, അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്ന്. അപ്പോൾ ഇതാ രാവിലെ ഞങ്ങളുടെ അമ്പലത്തിൽ പൂജയൊക്കെ കഴിഞ്ഞു, പട്ടൊക്കെ പൂജിക്കാൻ വേണ്ടി കൊടുക്കാം കേട്ടോ. ഉത്സവത്തിന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരവ് പോകുന്നുണ്ട് കാളയും വിളക്കാട്ടോ കേട്ടോ. കാളക്ക് കെട്ടുള്ള പട്ടാട്ടോ ഇപ്പോൾ പൂജിക്കാൻ വേണ്ടി പോണത്. പട്ട ആർക്ക് വേണ്ടെങ്കിലും കൊടുക്കാം. ഇപ്രാവശ്യവും കഴിഞ്ഞ വട്ടവും ദേവദാസേട്ടൻ്റെ വകയായിരുന്നു കേട്ടോ പട്ട്. അങ്ങനെ പട്ട് പൂജിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഞങ്ങളുടെ ഭഗവതി തറയിൽ നിന്ന് പോണ കാളനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഭഗവതിത്തറയിൽ നിന്ന് പോണ കാളിനെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇതാ ഞാൻ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഉപ്മാവും ചായക്ക് എല്ലാവരും കുടിക്കുക കേട്ടോ. മേമതാ തേങ്ങ ചിരകണേ, അമ്മയും ചേച്ചിയും കൂടിയിട്ട് പപ്പടം എന്തോ കാച്ച കേട്ടോ. ഉത്സവത്തിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് നോലുമ്പോൾ കേട്ടോ. അപ്പോൾ നല്ല സാമ്പാറും ചോറും പപ്പടും പായസമൊക്കെ നിറഞ്ഞൊരു അടിപൊളി സദ്യയാണ് ഞങ്ങൾ ഉത്സവത്തിൻ്റെ അന്ന് വയ്ക്കുന്നത്. ഉത്സവത്തിൻ്റെ അന്ന് എല്ലാവർക്കും തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരാളായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം മണിയേട്ടൻ. ഞങ്ങളുടെ വീട്ടിലെ വലിയ അതേപോലെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മണിയേട്ടൻ തന്നെ കേട്ടോ ഫുഡൊക്കെ വെച്ച് തരും. അങ്ങനെ ഏകദേശം ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. അതാ പായസമാണ് അവസാനമായിട്ട് ഉണ്ടാക്കിയത്. പായസം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് കണ്ണേട്ടനെ വിളിച്ച കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പരിപ്പ് പായസമായിട്ട് വയ്ക്കുക. പരിപ്പ് പായസത്തിൻ്റെ പ്രാന്താണ് എൻ്റെ അമ്മയ്ക്കും മേമയ്ക്കും. പരിപ്പ് പായസം ഇല്ലാതെ ഞങ്ങളുടെ വീട്ടിലൊരു ആഘോഷം ഉണ്ടാവില്ല എന്ന് പറയാം. ഇതേപോലെ പരിപ്പ് പായസം ഇത്രയും ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതാ ഉത്സവത്തിൻ്റെ തുടക്കുന്ന പോലെ മേളം കൊട്ട ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെതാ ഞങ്ങളുടെ ഭഗവതീൻ്റെ മുമ്പിൽ മേളം കൊട്ടിയിട്ട് അവർ ഉത്സവത്തിൻ്റെ തുടക്കം കുറിച്ചു കേട്ടോ. അങ്ങനെ മേളം കൊട്ടൽ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഉത്സവത്തിൻ്റെ അന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാർമാരോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടോ. അങ്ങനെ ഇതാ 4 മണി അതിൻ്റെ സമയം ഞങ്ങൾ ഇനി അമ്പലത്തേക്ക് പോവാട്ടോ. ഞങ്ങളുടെ ഭഗവതീൻ്റെ മുമ്പിൽ നിന്ന് മേളം കൊട്ടിയിട്ടാട്ടോ ഇറങ്ങണേ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ഫ്രോക്കാട്ടോ സെലക്ട് ചെയ്ത്. കഴിഞ്ഞ വട്ടം ഞങ്ങൾക്ക് സാരി ആയിരുന്നേ. ഇപ്രാവശ്യം അമ്മമാരൊക്കെ സാരി, മക്കളൊക്കെ ഫ്രോക്ക് കിട്ടോ. അപ്പോൾ ഞങ്ങളെ ഡ്രസ് കോഡ് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. ചില കളർ ഡിഫറൻസ് ഒക്കെ ഉണ്ട്, അത് ലൈനിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നം കേട്ടോ. ഞങ്ങളുടെ ഡ്രസ് കോഡ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഡ്രസ് കോഡ് എന്ന്. ചുമ്മാ ഒരു റീലെടുക്കാൻ വേണ്ടി നടന്ന കേട്ടോ എല്ലാവരും കൂടിയിട്ട്. അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അവിടെ നിന്ന് 3 വരവാണെന്ന്. സ്ഥാനക്കാള, ഞങ്ങൾ ഭഗവതി തറ, പിന്നെ ഏട്ടന്മാരെ ബ്ലൂ ഷാർക്ക്. സ്ഥാനക്കാള എന്തായാലും ഞങ്ങളിൽ പെടില്ല. ഭഗവതി തറയിൽ നിന്നുള്ള വരവും ബ്ലൂ ഷാർക്കും ഏകദേശം ഒരേപോലെയാണ്. ഏട്ടന്മാരെ വരവാട്ടോ ഞങ്ങളുടെ എല്ലാ മറ്റേ മത സൗഹാർദ്ദ വരവാണ്. അവർ അമ്പലത്തേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ഭഗവതിയുടെ അവിടെ കൊട്ടിയിട്ടായിട്ട് പോകും. അപ്പോൾ അതിൻ്റെ ടീംസ് അവർ തമ്പോലെയാണ്. അപ്പോൾ അവരൊക്കെ അവിടെ വന്നിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ അച്ഛനും ദേവദാസേട്ടനും കൂടിയിട്ട് കാളക്ക് പട്ട് കെട്ടുള്ളത്. ഇവിടുന്ന് പട്ട് കെട്ടിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തേക്ക് പോവാറ്.
പട്ടുകെട്ടിലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ വരവ് കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വെൽക്കാട്ടൻ ടീമിനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വെളക്കാട്ടം ടീംസ്. അടിപൊളി പിള്ളേരാണ്, അടിപൊളി പെർഫോമൻസ് ആണ്, വഴിയെ കാണാം. ഇവർ കാസർഗോഡ് ടീംസ് കേട്ടോ, പരപ്പ അങ്ങനെ എന്തോ വെച്ചാൽ അവരെ ട്രൂപ്പിൻ്റെ പേര്. കുറേ ഐറ്റംസ് ഇവരെ കയ്യിലുണ്ട് കേട്ടോ. കുറേ വർഷമായിട്ട് ഞങ്ങൾ ഇത് വെളക്കാട്ടം പറഞ്ഞൊരു പരിപാടി ഞങ്ങളുടെ അമ്പലത്തേക്ക് വരവായിട്ട് കൊണ്ടുവരണം എന്ന് വിചാരിച്ചെന്ന്, പക്ഷേ ഇതുവരെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് അതിന് അവസരം കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ പരിപാടി കാണാം കേട്ടോ. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് വരെ പാട്ടൊന്നും ഇതിൽ അടയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ കാളവിടുന്ന് വരവ് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇവിടുന്ന് ഞങ്ങളുടെ ഫുള്ള് മ്യൂസിക് ആവട്ടോ. ഇവരെ പാട്ടൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഇവരെ പാട്ടിന് സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ട് അമ്പലത്തേക്ക് വരവായിട്ട് പോവുക കേട്ടോ. പ്രാവശ്യത്തെ പൂരം ഞങ്ങൾ പ്രതീക്ഷേനെ കാട്ടി ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഒന്നും ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. വെളക്കാട്ടെന്നുള്ള പരിപാടി വയ്ക്കുമ്പോഴത്തേന് ഞങ്ങൾ വെച്ചാൽ എങ്ങനെയാവും, ഞങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ ആ കൊല്ലത്തിലാകെയുള്ളൊരു പൂരമാണല്ലോ, അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷനെക്കാട്ടി ഞങ്ങൾ നന്നായിട്ട് ആഘോഷിച്ച് അടിപൊളി അടിച്ച് പൊളിച്ചിട്ട് ഞങ്ങൾ പൂരത്തിന് അമ്പലത്തേക്ക് പോയിട്ടോ.
കളിക്കണ ഒരു സ്റ്റെപ്പ് ഞങ്ങൾ മുന്നേ പഠിച്ച് വെച്ച സ്റ്റെപ്പല്ല കേട്ടോ, ഫുൾ കോപ്പി പേസ്റ്റാണ്. കോപ്പി പേസ്റ്റ് പറഞ്ഞാൽ കോപ്പി പേസ്റ്റാണ്. ഞങ്ങളുടെ ഫ്രണ്ടിലാണ് വെള്ളക്കാട്ടത്തിൻ്റെ പിള്ളേർ കളിക്കുന്നത്, അവർ കളിക്കുന്ന സെയിം സാധനമാണ് ഞങ്ങളെല്ലാവരും കളിക്കുന്നത് കേട്ടോ. അത് അപ്പോൾ അവരെ നോക്കിയിട്ട് മുന്നേ ഞങ്ങൾ ഒരു വട്ടം പോലും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അവരാ കളിക്കുന്ന സെയിം സാധനം ഞങ്ങൾ അപ്പോൾ അതാ കോപ്പി പേസ്റ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. സ്റ്റെപ്പ് അറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഒക്കെ തന്നെ വേഗം വേഗം പഠിച്ചെടുത്തിട്ട് എല്ലാവരും ഒരേപോലെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കൊല്ലം 6 മണി 6:30 ഉള്ളിൽ വരവ് കയറുന്ന അമ്പലത്തിൽ ഞങ്ങളുടെ വരവ് കയറിയത് ഇപ്രാവശ്യം 10:45 അത്ര നേരം ഞങ്ങൾ ഇവരെ കൂടെ എൻജോയ് ചെയ്ത് കളിച്ചു. അടിപൊളി പൂരമായിരുന്നു ഇപ്രാവശ്യം. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പൂരമായിരുന്നു കേട്ടോ. അത് ഞങ്ങളുടെ വരവ് അമ്പലത്തിൽ കയറിയിട്ടുണ്ട്. അമ്പലത്തിൽ കയറിയപ്പോഴുള്ള തിരക്കാട്ടത്. ഞങ്ങളുടെ വരവിന് കാത്തിട്ട് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ പിറ്റേ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടോ, അടിപൊളി വരവായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ പാട്ടൊക്കെ ഞങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ കോപ്പി പേസ്റ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പരിപാടിയും ഞങ്ങളുടെ വരവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വേറൊരു ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.